പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളപ്പോൾ പാർട്ട്ണറോട് മുന്നേ സംസാരിച്ചിട്ടുണ്ട് നമുക്ക് ഓക്കെ ഞങ്ങൾ വേറെ റിലേഷൻഷിപ്പിൽ പോകും എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. എല്ലാവർക്കും ഭാരത അവാർഡ് കൊടുക്കും. അതെനിക്ക് ഇഷ്ടമായി. സ്ത്രീകള് ഭൂമി പോലെയാണെന്നൊക്കെ ഭൂമിയായ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന കാര്യം പറയുന്നത് അപ്പോൾ വിടും. കവിതകളിൽ എന്തിനായാലും സ്ത്രീയായ സഹിക്കണം, ക്ഷമിക്കണം. ഇങ്ങനെ രണ്ടുപേര് മാത്രമായിട്ട് നടത്തുന്ന ഒരു ബിസിനസ് ഒന്നും അല്ല ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഇതുപോലെ പുരുഷന്മാർക്ക് ഒരിക്കലും മനസ്സിലാക്കാനൊക്കത്തില്ല പ്രസവവേദന. പുരുഷനായ കരഞ്ഞൂല, അപ്പോൾ കരയണമെന്ന് തോന്നിയാൽ അത് കാണിക്കാനൊക്കത്തില്ല, ഒളിച്ചു പോയിട്ട് വേണം കരയാൻ. എനിക്ക് എപ്പോഴും തോന്നിയൊരു കാര്യം, സാർ ഭയങ്കര ഒരു ഫെമിനിസ്റ്റാന്ന് തോന്നിയിട്ടുണ്ട്. കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് സാറ് സ്ത്രീ വിരോധിയാണ്, പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ് തോന്നിയിരിക്കുന്നത്. കാരണം പല സാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്, സാറ് സൊസൈറ്റി, സമൂഹം എങ്ങനെ ഒരു സ്ത്രീനെ കാണുന്നത്, എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയൊരു ഫെമിനിസ്റ്റാന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് സാർ കല്യാണം എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കാത്തത്. കാരണം കല്യാണത്തിൽ നമ്മളൊരു എഗ്രിമെൻറ്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഒരു കുടുംബം ആവാൻ വേണ്ടി നമ്മൾ കല്യാണം കഴിക്കേണ്ട ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കല്യാണം കഴിച്ചവരും കല്യാണം കഴിഞ്ഞില്ലെങ്കിലും ഒരു കുഞ്ഞായിട്ട് ചെയ്യുന്നത് കുടുംബം തന്നെയാണ്. അവിടെ ഒരു ഒപ്പിൻ്റെ ആവശ്യം ഇല്ല, രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുന്നതാണ്. അപ്പോൾ സാറ് എപ്പോൾ തൊട്ട് ഈ ഫെമിനിസത്തിലൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയത്? ഒരു സാറിന് തന്നെ തോന്നിയിട്ടുണ്ടോ സാർ ഒരു ഫെമിനിസ്റ്റ് ആണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ കേരളത്തിൽ ഫെമിനിസ്റ്റ് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയ ആദ്യത്തെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സാറ് ആളും കൂടെ ആണ്. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കണം. അത് തുല്യതയെ പറ്റിയുള്ള നമ്മുടെ മനസ്സിലാക്കലിനകത്ത് അപ്പോഴാണ് പെട്ടെന്ന് നമ്മൾ ഈ കുടുംബം എന്ന് പറയുന്ന യൂണിറ്റ് വളരെ ഹെയറാർക്കിക്കലായിട്ട് പെട്രിയാർക്കിക്കൽ എന്ന് പറഞ്ഞാൽ ആണധികാരം എന്ന് നമ്മൾ പറയാവുന്ന നിലവാരത്തിലാണ് ഇത് മുഴുവൻ ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ ചരിത്രമൊക്കെ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ഗോത്രങ്ങളിലകത്തൊക്കെ അങ്ങനെയല്ല, ഗോത്രത്തിനകത്ത് സ്ത്രീകൾക്കായിരുന്നു പ്രാമുഖ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാറിപ്പോയത് എങ്ങനെയാണെന്ന് പഠിക്കാൻ തുടങ്ങിയ സമയത്ത് മാർക്സിസം പഠിക്കുമ്പോൾ അതിനകത്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ പറ്റി പറയുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെടുത്തിയായിരുന്നു ഫാമിലിയെ പറ്റി കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അതേ സമയത്ത് തന്നെ പുരുഷന്മാർ എങ്ങനെയാണ് ഇങ്ങനെ ഒരു അധികാരമുള്ള ഒരു വിഭാഗമായി മാറിയത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പിൽക്കാലത്ത് നമ്മൾ അന്ന് ഞാൻ ഈ ഫെമിനിസ്റ്റ് ആകുന്ന സമയത്തൊക്കെ നമുക്ക് മാർക്സിസമേ അറിയാവും. അതിനും അതല്ലാതെ ഇന്ന് എവല്യൂഷണറി ആയിട്ടുള്ള വശങ്ങളൊന്നും അന്ന് അറിഞ്ഞൂടാ. അപ്പോൾ കുറച്ച് ഹിസ്റ്ററിയും പിന്നെ മാർക്സിസ്റ്റ് തുല്യതയെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു അന്ന് നമ്മളത് കാണുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ ഓർഗനൈസേഷന് ഉണ്ടാക്കുന്നത്. തിരുവനന്തപുരത്ത് പ്രചോദനം എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അതും ഞാനിത് കാണുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കൂട്ട് തന്നെ ഒരു 3-4 പുരുഷന്മാരും ഉണ്ട്. ഞങ്ങൾ രണ്ടാമത്തെ ഫിഡിൽ എന്നുള്ള നിലവാരത്തിൽ മാറി നിൽക്കുന്നുണ്ട് അതിനകത്ത് തന്നെ. അല്ല അതിന് മുൻവശത്തേക്ക് കയറി നിൽക്കുക, പെട്ടെന്ന് തന്നെ ഓർഗനൈസേഷൻ, സ്ത്രീകളുടെ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പുരുഷന്മാർ നേതൃത്വത്തിൽ പോകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ആ ഒരു. അതുപോലെ തന്നെ കോഴിക്കോട് വന്ന് ശരിക്കും പറഞ്ഞാൽ അജിതയെ കാണുകയൊക്കെ ചെയ്യുന്ന ആദ്യമേ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു മാർക്സിസ്റ്റ് പ്രയോഗം മാത്രം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്താണ്. ഇപ്പം അജിതയുടെ അമ്മ മന്ദാകിനി ഉണ്ടായിരുന്നു, അവരുമായിട്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഈ വിഷയം. അപ്പോൾ അജിത അങ്ങനെ ഫെമിനിസ്റ്റായി മാറുന്നതിനകത്ത് നമ്മളെല്ലാം കൂട്ടാണ്, അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ അവർ ഉണ്ടാക്കിയ ഓർഗനൈസേഷനും തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയ ഓർഗനൈസേഷനും നമ്മൾ ഒന്നിച്ച് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഞാൻ നേരിട്ട് ഇടപെടാതിരുന്നത് ഇവിടെ ഈ തൃശ്ശൂർ സാറാ ജോസഫ് ഉണ്ടാക്കിയിട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ ഇടപെട്ടിട്ടില്ല. പക്ഷേ ഇത് ഞങ്ങൾ എല്ലാം തമ്മിൽ പിന്നെ പരിചയമാകുകയും ഒന്നിച്ചു കൂടുകയും അത്തരത്തിലുള്ള ഒരു കളക്റ്റീവായിട്ട് ഇതിനകത്ത് കേരളത്തിനകത്ത് ഒരു ഫെമിനിസ്റ്റ് ഓർഗനൈസേഷൻ മുമ്പോട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് കഴിഞ്ഞാണ് തിരുവനന്തപുരത്ത് സഖി എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനകത്തും എല്ലാം നമ്മൾ പാർട്ടാണ്. അപ്പോൾ അതിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത് തന്നെ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ചെയ്യുന്നുണ്ട്. ജയശ്രീ ഞാനും തമ്മിൽ വീടിനകത്ത് തന്നെ അത് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ജയശ്രീയെ പോലൊരു ഇണയെ കിട്ടുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. അവരും അത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കി അസെപ്റ്റ് ചെയ്ത് ആ സ്ഥലത്തിലൊക്കെ. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഇപ്പം ഞാൻ ജീവിക്കുമ്പം നമ്മളിങ്ങനെ പുരുഷനായി മാറി, ഞാൻ വീട്ടിനകത്തെ മോഡലും ജീവിച്ചതും എല്ലാം പുരുഷനായിട്ടാണല്ലോ. അപ്പോൾ പ്രാക്ടീസ് കൊണ്ട് ഞാൻ സ്ത്രീകൾക്ക് ഈ പുരുഷ മേധാവിത്വം ഇല്ലാതെ പെരുമാറുന്നില്ല എന്നുള്ളത് എനിക്കറിയാൻ പറ്റത്തില്ല.
ജയശ്രീ വിമർശിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ കാണുന്നത്, അത് ശരി ഇങ്ങനെയാണ് പ്രശ്നം. അപ്പോൾ ജയശ്രീ ആണെങ്കിൽ എളുപ്പമല്ല എന്നെ വിമർശിക്കാനായിട്ട്, കാരണം അതിന് സൂക്ഷ്മമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരിക്കൽ ഒരു ദിവസം ഒരു മീറ്റിങ്, ഒരു 300 പേരുള്ള ഒരു വേറൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയൊരു മീറ്റിങ്ങാണ്. ആ മീറ്റിങ് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ നേരം ഞങ്ങൾ ആ മീറ്റിങ്ങിൻ്റെ വർക്കെല്ലാം തീർന്നു കഴിഞ്ഞാൽ ആൾക്കാരൊന്ന് പിരിയാനായിട്ട് തുടങ്ങിയപ്പോൾ ജയശ്രീ മൈക്രോഫോൺ എടുത്തിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ 300 പേരുണ്ടായിരുന്നതിനകത്ത് ഒരു 200 പേരോളം പിരിഞ്ഞ്, ബാക്കി ഒരു 100 പേരോളം ഉണ്ട്. അവരെങ്ങനെ ഇരുന്ന് ജയശ്രീ ഇങ്ങനെ പറയാൻ തുടങ്ങി ഒരാളെ പറ്റി. കുറച്ച് നേരം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അച്ഛനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായി എന്നെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് അച്ഛൻ നോർത്ത് പോളാണെങ്കിൽ ഞാൻ സൗത്ത് പോളാണെന്നാണ്. അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ ഫെമിനിസ്റ്റാണല്ലോ, അമ്മയുടെ പക്ഷത്താണ് നിൽക്കാറുള്ളത്. പക്ഷെ അറിയാതെ നമ്മളെങ്ങനെയാണ് ഈ അച്ഛനെന്ന് പറയുന്ന ആ ആളിനെ ക്യാരി ഓവർ ചെയ്യുന്നത് ജയശ്രീ പറയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുന്നുണ്ട്. ഞാൻ ഒരിക്കലും ജയശ്രീ ചോദിച്ചിട്ടില്ല, അല്ല ഇത് വീട്ടിലൊക്കെ ഇരുന്ന് പറയുകയല്ലയോ വേണ്ടത്. അപ്പോൾ എനിക്കറിയാം എന്തുകൊണ്ടാണ് ജയശ്രീ അത് പറയുന്നതെന്നുള്ളത്. പബ്ലിക് പേഴ്സൺസാണ് നമ്മളപ്പം തന്നെ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ തന്നെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഇടപെടലുകളാണ് സാധാരണ വീടുകളിൽ സാധിക്കാത്തൊരു കാര്യമല്ലേ. സത്യം. അപ്പോൾ അങ്ങനെ പറയാൻ അതും പബ്ലിക്കായിട്ട് ഒത്തിരി ആളുകളുടെ നടുവിലാണ് എന്നെ പറയുന്നത്. അപ്പം ഞാൻ ട്രാൻസ്ഫോംഡ് ആകാതിരിക്കാൻ എനിക്ക് കഴിയുമില്ലല്ലോ. അപ്പോൾ അതാണ് അതിനകത്ത് അത്തരത്തിലുള്ള ഇടപെടലുകൾ ജയശ്രീയുടെ വശത്തു നിന്നുണ്ടാകുന്നതും ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ പാർട്ട്ണർ നമ്മളെ തന്നെ മൗൾഡ് ചെയ്തെടുക്കാനൊരു വലിയ, അതാ അതുകൊണ്ടാണ് അതൊരു കൊടുക്കൽ മറ്റേത് സാധാരണ പഴയ മറ്റേ വീടുകളിനകത്തെല്ലാം പറ്റുന്ന എന്താണ്, പുരുഷന്മാർക്ക് അബ്സല്യൂട്ടായിട്ടുള്ള പവറുണ്ട്. സ്ത്രീകളെ ഒരു വീട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് വേറെ വീട്ടിൽ നടുകയല്ലേ, അത് വേര് കളിക്കാതിരിക്കാൻ നോക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് തീരെ നിസ്സഹായരായ, അവർക്ക് സ്വത്ത് കാണത്തില്ല, അധികാരം കാണത്തില്ല, ഒരു വരുമാന മാർഗമാണ് ഉണ്ടാകത്തില്ല, ജോലി. അപ്പോൾ ഇങ്ങനെയായിരിക്കാം. അപ്പോൾ ടോട്ടലി ഡിപ്പെൻഡൻ്റായ ഒരാളെ ഉൽപ്പാദിപ്പിച്ചിട്ടാണ് ഒന്നിനും കൊള്ളാത്ത. അപ്പോൾ പിന്നെ അവർ ജോലിക്കാരി വേലക്കാരിയായിട്ടിരിക്കുന്ന സ്ഥലത്ത് മാത്രം ആ റോള് ആയിരിക്കും വഹിക്കുന്നത്. കുട്ടികളെ പ്രസവിക്കുന്നത്, വീട് നോക്കുക എന്ന് പറയുന്നത് ഞാൻ പരിചാരികയുടെ പണിയായിരിക്കും ഏറ്റവും കൂടുതൽ. അല്ലാതെ തുല്യമായ ഒരു ഇടപെടൽ ഉണ്ടാകാൻ അനുവദിക്കുന്നില്ല. അപ്പം അങ്ങനെ നിൽക്കുന്ന വീടുകളായതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രശ്നം നിൽക്കുന്നത്. അങ്ങനെ അല്ലാതെ വരുമാനം ഉണ്ടാക്കുന്നവരായിട്ട് രണ്ടുപേരും മാറുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. ഇപ്പം ഇതുവരെ ഞാനിപ്പോൾ ജയശ്രീ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുന്ന സമയത്ത് ജയശ്രീക്ക് എത്രയാണ് ശമ്പളം കിട്ടുന്നത്, ജയശ്രീ ആ പണം എന്താ ചെയ്യുന്നതെന്ന് ഇതുവരെ ഞാൻ ചോദിക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് അറിഞ്ഞുപോലും കൂടെ ജയശ്രീ എവിടെയാണ് പൈസ, ഏതാ അക്കൗണ്ടിലാണോ ഇട്ടിരിക്കുന്നത്, ഫിക്സഡ് ഡെപ്പോസിറ്റാണോ, വല്ല സ്ഥലവും മേടിച്ചോ, ഇതൊന്നും എൻ്റെ ഡിസ്കഷനകത്തില്ല. അപ്പോൾ ആ ഒരു തരത്തിലാണ് ഞങ്ങളത് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേർക്കും വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ആ ഏരിയ നിർത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കളക്റ്റീവായിട്ട് ഞങ്ങൾ ആ വീട് നടത്തുമ്പോഴും ജയശ്രീ വീടിന് വാടക തരും, ബാക്കിയുള്ള ചിലവ് ഞാൻ ചെയ്യും. ഇങ്ങനെയായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് വേറെ തരത്തിലുള്ള ഒരു ഈ ധനത്തിൻ്റെ മുകളിലൊന്നും നമ്മൾ അങ്ങനത്തെ ഒരു ഡിസ്കഷൻ ഉണ്ടാകേണ്ടി വന്നിട്ടില്ല. ആദ്യമേ തന്നെ തീരുമാനിക്കുന്നുണ്ട്, ഈ ഡിമാർക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഇത്രയാണ് നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കാരണം കൊണ്ട് ഒരിക്കൽ പോലും ജയശ്രീയുടെ വരുമാനത്തിനുള്ള അതിനകത്ത് നിന്ന് നീ എന്തുകൊണ്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലെന്നോ ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ നമുക്കിടയിൽ ഒരിക്കലും ഉണ്ടായിട്ടേ ഇല്ല. നമ്മളത് വളരെ വിഭജനം പോലെ വെച്ച് അത് കൃത്യമായിട്ട് ചെയ്യുക ചെയ്യുന്നത്. അതൊരിക്കലും അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഡിസ്കഷനകത്തൊന്നും നമുക്ക് പോകേണ്ടി വരത്തില്ല. അതാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് അപ്പം ജയശ്രീ എന്നോട് പറയും, ഇപ്പോൾ വലിയൊരു വീട് എടുക്കുക, അപ്പോൾ ആൾക്കാർ കൂടുന്ന സമയത്ത് വീട് വലുതാകേണ്ടി വരും. അപ്പം മാത്രമല്ല ആദ്യമൊക്കെ വീടെടുക്കുമ്പോൾ ജയശ്രീ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടായിരുന്നു. അപ്പം ഈ ഒത്തിരി പേരുണ്ടാകുന്ന സമയത്ത് എല്ലാവരും കിടക്കുമല്ലോ. അപ്പോൾ ജയശ്രീ പറഞ്ഞു അത് പറ്റില്ല, എനിക്കൊരു മുറി തരണം.
അങ്ങനെ ഒരു മുറിയുള്ള ജയശ്രീക്ക് മാത്രമായിട്ട് ഒരു മുറിയുള്ള വീടായിരുന്നു. ബാക്കിയുള്ളവർക്കൊക്കെ എല്ലാം എടുക്കാം. ജയശ്രീയുടെ മുറിയിൽ ആരുമില്ല. ജയശ്രീയുടെ മുറിയിൽ ജയശ്രീ ഒന്നും ചെയ്യത്തില്ല. ജയശ്രീ അതിനകത്ത് കുറേ പുസ്തകങ്ങൾ വാരി വയ്ക്കും. എൻ്റെ കൂടെ കിടക്കുകയുള്ളൂ. എന്നാലും നമുക്കൊരു പേഴ്സണൽ അതാണ് സ്പേസ് അത് ഉണ്ടെന്ന് അത് പറയുന്നത് ഒരു അക്സെപ്റ്റ് ചെയ്യുന്നത്. അവിടെയൊക്കെയാണ് ഞാൻ ഈ ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്തൊക്കെ രണ്ടുപേരും അവരുടെ ഇടങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ആ സ്പേസസ് കടന്ന് നമ്മളിങ്ങനെ ഒന്നിച്ച് ജീവിക്കുമ്പോഴും ഞാൻ പറഞ്ഞാൽ മുഴുവൻ സമയം ജയശ്രീ ഒരിക്കലും ആ മുറിയിൽ ജയശ്രീയുടെ മുറിയാണ്, അത് ചില സമയത്ത് പൂട്ടി വരെ വയ്ക്കും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സ്പേസ് ഉണ്ടാക്കി എടുത്തിട്ട് നിൽക്കുന്ന ഒരു ഇതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ഈ ഏരിയ വർക്കൗട്ടാകുന്നത്. നമ്മൾ തുല്യമായി പെരുമാറുന്നതായാലും ഒക്കെ പറ്റുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത് ഈ ഒന്നിച്ച് ഞങ്ങൾ ഈ കുട്ടിയെ വളർത്തുന്ന മുഴുവൻ സമയവും ഇതെല്ലാം ഇത്തരത്തിലുള്ള, അതുപോലെ തന്നെ ഇപ്പം പരിചയക്കാരോ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ആയിരിക്കുന്ന ആൾക്കാർ കല്യാണങ്ങൾക്കൊക്കെ വിളിക്കത്തില്ല, 2 കത്ത് വരണം. അത് ആദ്യമേ ആൾക്കാരോട് പറയുന്നുണ്ടാവും. ഞാൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും ജയശ്രീക്കും എന്ന് വിളിച്ചേക്കണം എന്ന് പറയും. അത് എനിക്കും തോന്നിയൊരു കാര്യമായിട്ട്. ഇപ്പം നമ്മളൊരു വീട് പാർക്കൽ അല്ലെങ്കിൽ കല്യാണമൊക്കെ വിളിക്കുമ്പോൾ ഒരാളെ മാത്രം വിളിക്കും. പക്ഷേ എന്താ 2 പേരെ വിളിക്കാൻ മാറി മാറി വിളിക്കേണ്ട. അവർ അത് ഞാൻ അങ്ങനെ പറയുന്നു. നമ്മൾ എന്നെ വിളിക്കുന്ന വഴി ജയശ്രീ വരത്തില്ല, കൂടെ വരും എന്ന് വിചാരിക്കരുത്, ജയശ്രീയും കൂടെ വിളിച്ചേക്കണം. അപ്പോൾ ആൾക്കാർക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിലായി 2 പേരെയും വിളിക്കേണ്ടതുണ്ട്. അപ്പം 2 കത്ത് വരും. ഇടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ചിന്തിക്കണതിൻ്റെ പ്രശ്നമാണോ, ഞാൻ കുറച്ച് സെൽഫിഷ് അല്ല. അങ്ങനെയല്ല, നമ്മൾ ഈ ഒരാളുടെ എക്സ്റ്റൻഷനായിട്ടായിരുന്നു. അങ്ങനെയാണ് ഗൃഹനായകൻ മാത്രമുള്ള വീടുകളെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പം നമുക്ക് ഗൃഹനായിക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്ന് ഇപ്പോഴാണല്ലോ റേഷൻ കാർഡിനകത്ത് അങ്ങനെ ഒരു കോളം വന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ നമ്മൾ ഈ നടത്തിയിട്ടുള്ള സമരങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിന് കൊടുത്തിരുന്ന റെപ്രസെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ആ മേഖലകളിലൊക്കെ ഉള്ള സാമൂഹികമായിട്ടുള്ള പ്രവർത്തനവും നമ്മൾ ഒരേ സമയത്താണ് ചെയ്യുന്നത്. ഈ വീട്ടിനകത്ത് നടക്കുന്ന ഈ പ്രാക്ടീസസ് മാത്രമല്ല, പുറത്ത് ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞ ഫെമിനിസ്റ്റ് പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. കേരളം മുഴുവനും നടക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോകുന്നുണ്ട്. ആദ്യത്തെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്, ഈ ഫെമിനിസ്റ്റ് പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളെന്ന് പറയുന്നത് ഏറ്റവും വേഗം വിറ്റുപോകുന്ന പുസ്തകമല്ല, രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനത്തിന് മാത്രമുള്ള പുസ്തകങ്ങളായിരുന്നു. കുറച്ച് ലിറ്ററേച്ചർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് മാധവക്കുട്ടിയുടെ കവിതയും സച്ചിദാനന്ദൻ്റെ കവിത, ജോൺ എബ്രഹാമിൻ്റെ കഥകൾ, ഇതൊക്കെയായിരുന്നു നമ്മളൊരു സ്വല്പം ലിറ്ററേച്ചറിൻ്റെ വശം എടുത്താണുള്ളത്. ബാക്കി മുഴുവൻ ഫിലോസഫിയും പൊളിറ്റിക്സും ഇതുപോലുള്ള സോഷ്യൽ ആക്ഷൻ ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് നമ്മളുടെ UDF സർക്കാർ വന്നതിന് ശേഷം ഫസ്റ്റ് ഒരു ഇതായിരുന്നു മെൻസ്ട്രൽ ലീവ് എന്നുള്ളത് പെൺകുട്ടികൾക്ക് സ്കൂളിൽ 2 ദിവസം. അത് സാറിന് എങ്ങനെയാണ് തോന്നുന്നത്? നല്ലതായിട്ടാണോ അതോ കുട്ടികൾ ഇനി പെൺകുട്ടികൾ അതൊരു അതിൻ്റെ ആവശ്യമില്ലാന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും തോന്നത്തില്ല. അതുകൊണ്ട് അക്നോളജ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. സത്യം. ശരിക്കും പറഞ്ഞാൽ PMS ഒന്നും ഉണ്ടെന്നുള്ള കാര്യം പുരുഷന്മാർക്ക് അറിഞ്ഞുപോലും കൂടാ. സത്യം, ഇപ്പോഴും അറിയത്തില്ല. ഒരു പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്നത് അതെന്ത് സാധനം, അത് വെറുതെ ഇപ്പോൾ പണ്ട് കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അല്ല, പണ്ട് കാലത്തുണ്ടായിരുന്നു, പക്ഷെ ഇതിനെക്കുറിച്ച് പറയാനും ഇതെന്താണെന്ന് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ അല്ല അത് ബാധിക്കുന്ന എന്നുള്ള വ്യത്യാസങ്ങളാണ്. അത് ഇതുപോലെ പുരുഷന്മാർക്ക് ഒരിക്കലും മനസ്സിലാക്കാനൊക്കത്തില്ല. പ്രസവവേദന എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്താൽ അനുഭവിക്കാനൊക്കത്തില്ല. അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ വലുതാണെന്നുള്ള കാര്യം, അതിൻ്റെ സ്കെയിൽസൊക്കെ ഉണ്ട്. ഇന്ന് പെയിനിൻ്റെ ഒക്കെ എടുക്കുന്ന സമയത്ത് ആളുകൾക്ക് ആലോചിക്കാൻ പോലും വയ്യാത്തത്രയും വലിയ പെയിനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ മാത്രമല്ല, കുട്ടികളെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ മരണകാരണമായിട്ടാണ് എത്രയോ ഇത് എന്ന് പറഞ്ഞാൽ മനുഷ്യർ എണീറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടുണ്ടായതാണത്. ഒത്തിരി അമ്മമാർ മരിച്ചു പോകും. ആ റിസ്ക് ഒക്കെ ഉണ്ടെന്ന് പോലും അറിഞ്ഞൂടാ. ആൾക്കാർ വിചാരിക്കുന്നത് മുറ്റം തൂത്ത് നടന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ പ്രസവം ഈസി ആകും എന്നൊക്കെ, ഇങ്ങനെയാണ് ഇങ്ങനെ വിചാരിക്കുന്നത്. മോർട്ടാലിറ്റി റേറ്റ് ഭയങ്കര കൂടുതൽ, 50-60 പേരൊക്കെ ആയിരുന്നു മരിച്ചു പോകുന്നത് 1,00,000-നകത്ത്. ഇപ്പോഴാണ് നമ്മളത് ഓരോ മേഖലയിനകത്തുള്ള ചെയ്തിട്ടാണ് ഇപ്പോൾ 6-നകത്തും 5-നകത്തുമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ആൾക്കാർക്ക് അങ്ങനത്തെ ധാരണകളുമില്ല. ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന വശങ്ങളെ പറ്റിയുള്ള അറിവില്ലായ്മയുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്നത് മറ്റുള്ള ഒരു പെയിൻ പോലൊരു കാര്യമാണ് അതെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്വഭാവം മാറിപ്പോവും. ഈ പ്രീമെൻസ്ട്രലായിട്ടുള്ള സിൻഡ്രോം വരുന്ന സമയത്ത് നമ്മുടെ
ശബ്ദം കേൾക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സെൻസിറ്റീവ് ആകും. അതേപോലെ തന്നെ ഗന്ധങ്ങൾ മുഴുവനും ഉണ്ട്. അപ്പോൾ ആൾക്കാർ അടുത്തിരുന്ന് ഉറക്കെ സംസാരിച്ചാൽ തന്നെ അവരോടുള്ള ഇഷ്ടം മുഴുവൻ പോകും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെപ്പറ്റി അറിയുകയാണെന്നുണ്ടെങ്കിൽ ആ ആൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൺസേൺ ഉള്ള അപ്പോഴാണ് നമ്മൾ മനസ്സിലാകും. നമ്മളിപ്പോൾ ആശുപത്രി പോകുമ്പോൾ ആൾക്കാരുടെ അടുത്ത് പെരുമാറുന്നത് എങ്ങനെ, അതേപോലെ ഈ 2 ദിവസം സത്യത്തിൽ ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ടതാണ്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് PMSന്റെ ടൈമിൽ എനിക്ക് ശബ്ദം കേൾക്കുന്നത് എനിക്ക് ഇതിപോലെ ഇറിറ്റേഷൻ ഉള്ളൊരു സാധനമല്ല. അതേപോലെ ഞാൻ ഗർഭിണിയാവണേക്കാൾ മുമ്പ് ഈ PMS വരുമ്പോൾ എനിക്ക് മണങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരും, ഫുഡ് കഴിക്കാനേ തോന്നില്ല. അത് ആ ഏരിയ ആണ് ആൾക്കാർക്ക് അറിയാതെ. നമ്മൾ ഈ സെൻസിറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ വേദനയാണെന്ന് പറഞ്ഞാൽ വയറ്റിലൊരു വേദന, വയറുവേദന എന്ന് നമ്മൾ പറയത്തില്ല, അത് മാത്രമാണ് മനസ്സിലാക്കുന്നത്. ഹൈറ്റൻഡ് ആയിട്ടുള്ള സകല സെൻസിറ്റിവിറ്റിയും ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ആൾക്കാർക്ക് അറിഞ്ഞത്. അതുമാത്രമല്ല, ഇഷ്ടമുള്ളവരായാൽ പോലും അവരുടെ ശബ്ദം ആ സമയത്ത് കേൾക്കാൻ ഇഷ്ടമില്ലാതായി, പിന്നെ അത് വലിയ പാടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള, അതുപോലെ തന്നെ പോസ്റ്റ് പാർട്ടം എന്ന് പറഞ്ഞിട്ട് പ്രസവം കഴിഞ്ഞിട്ട് കുട്ടികളോടോ അല്ലെങ്കിൽ എല്ലാവരോടോ കുട്ടികളോടോ ഒരു ഇഷ്ടവും തോന്നാതെ ആയി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ആളുകൾക്ക് അറിഞ്ഞുകൂടാ. മാതൃത്വം എന്ന് പറഞ്ഞ് കരണ്ട് കുട്ടിയെ എപ്പോഴും അമ്മയെ ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കാനുള്ള ടെക്നിക്കാണ് ഈ മാതൃത്വം മാത്രം പറയുന്നത്. ആർക്കും പരിചരിച്ചാൽ പഠിക്കാവുന്നൊരു കാര്യം മാത്രമാണത്. ആകെ എന്താണ് സ്ത്രീയും പുരുഷനും തമ്മിൽ ഉള്ള ആ വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്ന് കുഞ്ഞിനെ പ്രസവിക്കാനും മുലയൂട്ടാനും ഉള്ള കഴിവാണ് സ്ത്രീകൾക്കുള്ളത്, എക്സ്ട്രാ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ആ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത്രയും വലിയ ഒരു എന്താണ് തടങ്കലിപ്പെട്ടതുപോലെ അനുഭവിക്കത്തില്ല ജീവിതം. അത് മാത്രമല്ല, ഗർഭിണിയായിട്ട് ഒരാൾ ഇന്നബിലിറ്റി ഉണ്ടാകുന്ന ആളായിട്ട് മാറും എന്നുള്ള കാര്യം ഇവർക്ക് അറിഞ്ഞുകൂടാ. ഒരു അവസാനത്തെ ഒരു 3 മാസം എന്ന് പറയുന്നത് നമുക്ക് മുകളിലിരിക്കുന്ന ഒരു സാധനം കഴിഞ്ഞ് ഭിത്തിക്കോട്ട് ചേർന്നിട്ടൊരു സാധനം എടുക്കാനൊക്കത്തില്ല എന്നുള്ളത് തൊട്ട് പടി കയറുന്നത് എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ധാരണ ആൾക്കാർക്കില്ല. അവർ ഈ മറ്റ് ജീവികളുടെ പ്രസവങ്ങൾ പോലെയേ അല്ല മനുഷ്യരുടെ പ്രസവം. മനുഷ്യർ എണ്ണിട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള പ്രശ്നമാണെന്നെങ്കിലും അറിയേണ്ടതുണ്ട്. അവിടെ വലിയ പ്രശ്നം വരുന്നത്, അതിപ്പോൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, എല്ലാവരും ഒരുപോലെ കമ്പയർ ചെയ്യും. എന്ന് വെച്ചാൽ ഇവൾക്ക് പറ്റുന്നുണ്ടല്ലോ, അപ്പം എന്താ ഇവൾക്ക് പറ്റിക്കൂടാ, എല്ലാവരും ഡിഫറെൻ്റ് ആണെന്നുള്ളൊരു ചിന്ത. അതാണ്, ഒരാളെ പോലെ ഒരാളില്ലെന്നോ അതില്ല, ആ അറിവില്ല. അപ്പം ഇതുപോലെയുള്ള കോമൺ ആയിട്ട് അപ്പം എപ്പോഴും ഇത് ഈ പ്രശ്നങ്ങളെ പറ്റി പറയുന്ന മുഴുവൻ സമയത്തും ജോലി ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെയില്ല. അവർ മരിച്ചു പോയാൽ അവർ ശ്രദ്ധിക്കാത്ത ആൾക്കാരാണ്. അവരാണ് ഈ അവരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാവം പിടിച്ച മനുഷ്യർ മുഴുവനും. സകല രോഗവും പിടിച്ച് മരിക്കുകയാണ്. പ്രസവത്തിന് കൊണ്ടുപോകാൻ പറ്റാതെ അവിടെ കിടന്ന് മരിക്കുന്നതാണ്. അവരെ പറ്റി ഒരു സംസാരവും ഇല്ല. ഈ നമ്മൾ ഈ പണ്ടുള്ളവരെല്ലാം 100 വർഷം ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞ കഥയുണ്ടല്ലോ. പക്ഷെ നമ്മൾ സെൻസസ് എടുത്ത് അങ്ങോട്ട് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് 40 വയസ്സാണ് എല്ലാവരും ഉള്ളത് ശരാശരി. പക്ഷെ അപ്പോൾ ആരായിരുന്നു ഈ വയസ്സന്മാർ മുഴുവൻ പണ്ട് ജീവിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ കഥയ്ക്കകത്ത് മാത്രമാണ്. ഭീമൻ്റെ കഥ പോലത്തെ കഥകളാണ്. അല്ലാതെ 1000 മനുഷ്യരുള്ളതിനകത്ത് ഒരാൾ ജീവിച്ചിരുന്ന കഥയാണ് പറയുന്നത്. അവരുടെ മക്കളും കൊച്ചുമക്കളും ചത്തുപോയി. ജനിതകം കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ഒരാളുടെ കഥയേ ഉള്ളൂ. ഇതുപോലുള്ള കാര്യമാണ്. ആരെങ്കിലും കുറച്ച് പേര് മാത്രം അനുഭവിച്ചിരുന്ന കാര്യമാണ്. ബാക്കിയുള്ളവർ മുഴുവനും മരിച്ചു പോവുകയും അവരുടെ ജീവിതം വളരെ ദുസ്സഹമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഈ എന്താണ് ഗ്രാമപ്രദേശത്തെല്ലാം എല്ലാവരും പണ്ടേ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള സ്ഥലമായിട്ടാണ്. ഗോസിപ്പ് ചെയ്ത ആൾക്കാർ കൊല്ലുന്ന സ്ഥലമാണ്. ഒരു പ്രൈവസിയും തരാത്ത നാടാണ്. ആളുകൾ അത്രത്തോളം കഠിനമായ നിയന്ത്രണത്തിനകത്ത് കുടുക്കിയിട്ടുള്ള എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ഗ്രാമം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മളിങ്ങനെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തില്ലേ ആൾക്കാർ. അപ്പോൾ ആളുകൾ ഇങ്ങനെ പറയുന്നത് അവിടെ എല്ലാവരും തമ്മിൽ ഭയങ്കര കടുത്ത പ്രണയത്തോടെ ഭയങ്കര സ്നേഹത്തോടെ നാടിൻ്റെ ഗ്രാമത്തിൻ്റെ നന്മയെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കവിത എഴുതുന്നവന്മാരെ എഴുതി പിടിപ്പിച്ച കുറേ ദ്രോഹങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ഈ വാല്യൂസ് നമ്മൾ തിരിച്ചറിയാതെ പോകും. ഹിഡനായിട്ട് പുറത്ത് നമ്മൾ അങ്ങോട്ട് കാണുമ്പോൾ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള ദുരിതങ്ങളെ കാണാതെ അമ്മമാർ രാത്രി ചെല്ലുമ്പോൾ ഭക്ഷണം എടുത്ത് തരുന്നതിനെ പറ്റിയുള്ള കവിത എഴുതും. പക്ഷെ അവർ ഉറങ്ങാതിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിനെ പറ്റി ചർച്ചയില്ല. അവരെല്ലാവരും രോഗം പിടിച്ച് മരിച്ചു കഴിഞ്ഞാൽ എത്ര നേരത്തെ മനുഷ്യരെല്ലാവരും മരിച്ചു പോയിക്കൊണ്ടിരുന്ന അതൊന്നും ചർച്ചയ്ക്ക് എടുക്കത്തില്ല. അതിന് പകരം അതിനെ മുഴുവൻ ഈ തരത്തിൽ ഗ്ലാമറൈസ് ചെയ്ത് കുറേ പാട്ടും എഴുതി കവിത എഴുതി എന്നിട്ട് ഈ പെയിൻറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഈ ചിത്രത്തിനകത്തിരിക്കുന്ന സ്ത്രീകളായിട്ട് മാറാനായിട്ട് ബാധ്യത വരും. അത് ശരിയല്ല. കവിതകളിൽ എന്തിനായാലും സ്ത്രീയായ സഹിക്കണം, ക്ഷമിക്കണം. അതാണ് അവർ ചെയ്യുന്നത്.
സ്ത്രീകൾ ഭൂമി പോലെയാണെന്നൊക്കെ ഭൂമിയായി വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന കാര്യം അങ്ങ് പറയുന്നത് അപ്പോൾ വിടും. അത് കഴിഞ്ഞിട്ട് ലോകത്തുള്ള സകല രോഗവും വരുന്ന സ്ഥലമായിട്ട് അപ്പോഴത് പറയത്തില്ല. ഇങ്ങനത്തെ ഈ കവിതയ്ക്കകത്തൂടെ റൊമാൻറ്റിസൈസ് ചെയ്തിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ചിത്രമുണ്ട് സ്ത്രീകളെ പറ്റി. എന്നിട്ട് അതിൻ്റെ അനുസരിച്ചിട്ട് ജീവിക്കാനായിട്ട് ബാധ്യത വന്നിട്ടാണ് മുഴുവൻ പേരും വിഷമിക്കുകയല്ലേ ചെയ്തത്. അവരുടെ പ്രശ്നങ്ങൾ പറയാൻ പോലും പറ്റത്തില്ല. അത് പുരുഷന്മാരുടെ കാര്യത്തിനകത്ത് മറുവശത്ത് ഉണ്ട്. പുരുഷനായ കരഞ്ഞൂടാ. അപ്പോൾ കരയണമെന്ന് തോന്നിയാൽ അത് കാണിക്കാനൊക്കത്തില്ല, ഒളിച്ചു പോയിട്ട് വേണം കരയാൻ. അപ്പോൾ ഈ കരച്ചിലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ കൂടെ പെണ്ണുങ്ങളുടേതായി മാറി. ഇങ്ങനത്തെയുള്ള ഈ സ്റ്റീരിയോടൈപ്പായിട്ടുള്ള ഈ ആശയങ്ങൾ കൊണ്ടാണ് രണ്ടു കൂട്ടരും കുടുങ്ങിയതാണ്. ഒരു പുരുഷന് അധ്വാനിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ വരുമാനം ഉണ്ടാക്കാനോ കഴിയാതെ പോയാൽ അത് പറയാൻ പറ്റാത്ത, അയലത്തുകാരെ അറിയിക്കാതെ മുണ്ട് മുറുക്കി കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന യുക്തിക്കകത്താണ് ഈ ഏരിയ മുഴുവൻ നിൽക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഈ എന്താ പറയണ്ടേ, സ്വാതന്ത്ര്യം അനുഭവിക്കത്തേ ഇല്ല. നിങ്ങളിപ്പോൾ എന്നെപ്പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ ആ ലോകത്താണ് ഞാൻ അതിനകത്ത് മോചിച്ചു പോയ ആളാണ്. അത് ഞാൻ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ പറയുന്ന അവരുടെ വാക്കുകളിൽ ജീവിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ വിമർശിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ഇങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ സ്ത്രീകളായിരിക്കും ഏറ്റവും കൂടുതൽ എന്താ അങ്ങനെ പറയുന്നത്, എന്ത് ഇങ്ങനെ പറയുന്നതെന്ന് തോന്നും. പക്ഷെ എല്ലാവർക്കും ഫ്രീഡം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ ഒരു കുടുംബത്തിൽ ഇപ്പം നമ്മളായി കഴിഞ്ഞ് ഒരു ജീവിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതായിട്ട് യൂസ്ഡ് ആവും തോന്നുന്നുണ്ട്. വീട്ടിലെ പണിയെടുക്കുക, പ്രസവിക്കുക, കുട്ടികളെ നോക്കുക, അത് ജീവിക്കുക. പിന്നെ അതാന്ന് തോന്നുന്നുണ്ട്, അതിനോട് അങ്ങോട്ട് ഒരു ഇഷ്ടം വരുവാന്ന് തോന്നുന്നു. ഇഷ്ടം വരുമല്ല, അതിൽ നിന്നൊരു യൂസ്ഡ് ആവുകയാണ്. അതിനകത്ത് സ്വാതന്ത്ര്യവും അതിനകത്ത് സന്തോഷവും ഇല്ല എന്നുള്ളതല്ലല്ലോ, മറ്റൊന്നും ചെയ്യാൻ അനുവദിക്കാത്തത് കൊണ്ടും കൂടെ. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇപ്പം ഞാൻ കനിയെ നോക്കുന്നത് പോലെ അല്ല ജയശ്രീ നോക്കും. ജയശ്രീക്ക് അത് ബാധ്യതയായിട്ടാണ്, ജയശ്രീയുടെ കടമയായിട്ടാണ് ആൾക്കാർ കാണുന്നത്. ഞാൻ എന്തോ ഭയങ്കര സംഭവം ചെയ്ത പോലാണ്, അല്ലാതെ എൻ്റെ ഉത്തരവാദിത്വമായിട്ടല്ല കാണുന്നത്. അത് ഗാന്ധി ചന്തയിൽ പോകുന്നത് ന്യൂസാണ്, നമ്മളെല്ലാം ചന്തയിൽ പോയാൽ ആരും തിരിഞ്ഞു നോക്കത്തില്ല എന്ന് പറയുന്ന പോലെയാണ്. ഇതുപോലെ ഇപ്പം ഞാൻ ഇത് ചെയ്തു എന്ന് പറയുമ്പം ഞാൻ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, അല്ലാതെ മഹത്വമല്ലത്. അതങ്ങനെ തിരിച്ചറിയണം. എൻ്റെ ഉത്തരവാദിത്തമാണ്. രണ്ടുപേര് തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് കൂട്ടുത്തരവാദിത്തമാണ് പരിചരണം എന്ന് പറയുന്നതും കെയർ ചെയ്യുന്നതെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു മഹത്വവൽക്കരണത്തിൻ്റെ ആവശ്യമില്ല. അതെ, കുട്ടി എന്ന് പറയുന്നത് ഒരാളുടെ മാത്രമല്ല, രണ്ടുപേരുടെ അല്ലെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ മുഴുവനും കൂടെ ആണ്. കാരണം നമുക്ക് കുഞ്ഞിനെ ഉണ്ടാക്കിയവർക്ക് കുഞ്ഞിനെ കൊല്ലാൻ അനുവാദം ഇല്ലല്ലോ. അപ്പോൾ മാത്രമാണല്ലോ ഈ സമൂഹം പ്രത്യക്ഷപ്പെടുമല്ലോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ലോകത്തെല്ലാവരും കൂടെ ചേർന്നിട്ടാണ്. ഇപ്പം സ്കൂളിലേക്ക് പോകുന്ന ഓട്ടോറിക്ഷയിൽ കയറി പോകുമ്പോൾ ഓട്ടോറിക്ഷക്കാരൻ നോക്കേണ്ടതുണ്ട്, ബസ്സിനകത്ത് ഡ്രൈവറും കണ്ടക്ടറും കിളിയും എല്ലാം നോക്കേണ്ടതുണ്ട്, അയലത്തിരിക്കുന്ന ചുറ്റുപാടും ഇരിക്കുന്നവർ മുഴുവൻ നോക്കേണ്ടതുണ്ട്, അധ്യാപകർ നോക്കേണ്ടതുണ്ട്. അപ്പോൾ കുട്ടിയെ വളർത്തുക എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഒരു അമ്മയുടെ അച്ഛൻ്റെയും മാത്രമല്ലെന്നും നമ്മൾ അറിയേണ്ടതുണ്ട്. കളക്റ്റീവായിട്ടുള്ളൊരു ഉത്തരവാദിത്തമാണ്. അതിനകത്ത് എല്ലാ ആൾക്കാർക്കും ആ റോളുകളുണ്ട്. കൂട്ടത്തിൽ വീട്ടിലുള്ള അമ്മയും അച്ഛന്മാരായിരിക്കുന്നവർക്ക് കൂടുതലുണ്ട് എന്ന് പറയുന്നതേ ഉള്ളൂ. അല്ലാതെ എല്ലാവർക്കും, കുട്ടികളെന്ന് പറയുന്നത് സമൂഹത്തിൻ്റേതാണ്, മുഴുവൻ സമയം അങ്ങനെയാണ്. എല്ലാവരും ഉത്തരവാദിത്തം എടുത്ത് വരും. റോഡിൽ കൂടെ നമ്മൾ കുട്ടിയെ വിടുന്ന സമയത്ത് വണ്ടി ഓടിക്കുന്നവൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ നമ്മുടെ ഉത്തരവാദിത്തം കൊണ്ട് ഒരു കാര്യമില്ല. അപ്പോഴാണ് കളക്റ്റീവായ ഉത്തരവാദിത്തത്തിനകത്താണ് അത് നിൽക്കുന്നത്. പക്ഷെ അതിനകത്ത് ഇത് ഓരോ ആളും പഠിക്കേണ്ടതുണ്ട്. കുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന് എല്ലാവരും പഠിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. അത് അമ്മയും അച്ഛനും, അതിനകത്ത് പ്രത്യേകിച്ചും പുരുഷന്മാർ പഠിക്കേണ്ടതുണ്ട്. ഇതിപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ പണ്ടേ തൊട്ട് ഈ ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഇങ്ങനെ ഉണ്ടായിട്ട് അത് വലിയൊരു ഏരിയയാണ് എങ്ങനെയാണ് ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടായെന്നുള്ളത്. പക്ഷേ അതുണ്ടായിട്ട് ഈ കുട്ടിയെ നോക്കുന്നവരായിട്ട് ഇപ്പം ഒരു 80% പേരും കുട്ടികളെ വീട്ടിനകത്ത് നോക്കുന്നു എന്നും കുട്ടികളെ നോക്കുന്നവരാണെന്ന് വിചാരിക്കുന്ന അച്ഛന്മാരായിരിക്കുന്നവരാണ്. അവരെത്ര നേരമാണ് ആ കുട്ടിയോടൊപ്പം ചെലവഴിച്ചതെന്നൊന്ന് ചോദിച്ചു നോക്കണം. അപ്പോഴാണ് 1 മണിക്കൂർ പോലും ഒരു ദിവസം, ഞാൻ നാട്ടിലുള്ളവരുടെ കാര്യമാണ്. പിന്നെ പുറം രാജ്യത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവർ ഒരു കാലത്ത് ഈ കുട്ടികളെ കണ്ടിട്ട് പോലും കാണത്തില്ല. അവരാകെ കാണുന്നത് ഇവർ കുളിച്ചൊരുങ്ങി എന്തെങ്കിലും അവധിക്ക് വരുമ്പോൾ കാണുന്നവരാണ് ഞങ്ങൾ കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നത്. 24 മണിക്കൂർ നടത്തുന്ന ഒരു പണിയാണെന്നുള്ള കാര്യം മറന്നുപോകും. ഇപ്പോൾ അന്യരാജ്യത്ത് പോയി ജോലി ചെയ്യുന്ന ഒരാൾ കുട്ടികൾക്ക് വേണ്ടിയാണ് അവിടെ ജീവിക്കുന്നത്, അവർ കാശ് അയച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ കുട്ടിയെ നോക്കുന്നില്ല. അത്രയും നമ്മൾ അറിയേണ്ടതുണ്ട്.
വരുമാനം കാശ് അയച്ചു കൊടുക്കുന്ന കാരണം കൊണ്ട് കുട്ടിയെ നോക്കണമെന്ന് പറഞ്ഞാൽ ഫുൾ ടൈമാണത്. അപ്പോഴാണ് നമ്മളിത് ആദ്യമായിട്ട് അങ്ങനെ മനസ്സിലാകത്തുള്ളൂ. ഇങ്ങനെ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത് മാത്രമല്ല ഈ കുട്ടിയെ നോട്ടം. അങ്ങനെയാണ് ഈ പുരുഷന്മാർ മുഴുവൻ വിചാരിക്കുന്നത്. ശമ്പളം കൊണ്ടുവന്ന് വീട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ്. ഇതങ്ങനെയാണോ? ഈ ഇത് എണ്ണീറ്റ് നടക്കാത്ത ഒരു കുഞ്ഞാണ് തുടങ്ങുന്നത്. അനങ്ങ് പോലുമില്ല. വേറെ എല്ലാ ജീവികളിലും കുഞ്ഞുങ്ങൾ ഓടി നടക്കും. നമ്മുടെ കുഞ്ഞ് മാത്രമാണ് ഫുൾ ടൈം ഇതിങ്ങനെ പോലെ ഇങ്ങനെ കിടക്കുകയില്ലേ, അവിടെ കിടക്കും. അങ്ങോട്ട് തിരിച്ചിട്ട് അവിടെ കിടക്കും, ഇങ്ങോട്ട് തിരിച്ചിട്ട് അവിടെ കിടക്കും. തല പോലും അനങ്ങത്തില്ല. ഇങ്ങനത്തെ ഒരു ജീവിയായിട്ടാണല്ലോ ഈ ഉണ്ടാകുന്നത്. ഈ കുഞ്ഞിനെയാണ് നോക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആൾക്കാർക്ക് അങ്ങനത്തെ ധാരണയില്ല. മനുഷ്യക്കുഞ്ഞെന്ന് പറയുന്നത് നേരത്തെ ജനിക്കുന്നതാണ്. ഞാൻ ഈ തല വലുതായി പോയിട്ട് ഗർഭപാത്രം നമ്മൾ എണ്ണീറ്റ് നിൽക്കാൻ തുടങ്ങിയതോടെ ഗർഭപാത്രത്തിൻ്റെ ആ വഴി ചെറുതായത് കൊണ്ടാണ് തല കടക്കാൻ വലിയ ആണ്. നേരത്തെ പ്രസവിക്കുക എന്ന് പറയുന്നതാണ് പരിണാമപരമായി സംഭവിച്ചത്. അപ്പോൾ തല ഉറയ്ക്കുന്നതിന് മുമ്പ് കടത്തി വിടുക എന്നുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കൈയും കഴുത്ത് പോലും ഉറച്ചിട്ടില്ല. മറ്റേ ഈ കുരങ്ങൻ്റെ കുഞ്ഞാണെങ്കിൽ പുറത്തിറങ്ങിയാൽ പിടിച്ചിരിക്കും. അവർക്ക് 2 കൈ ഉപയോഗിച്ചിട്ട് മരത്തെ കയറാൻ പറ്റും. അത് ആരൊക്കെ പിടിച്ചിരുന്നുള്ളൂ. ഇത് അങ്ങനെ പിടിക്കാനും അറിഞ്ഞു. എന്തൊരു കുഞ്ഞാന്നോ നമ്മൾ. ഞാനിതൊക്കെ മനസ്സിലായിട്ടാണ് ഞാൻ ഈ 5 വയസ്സുള്ള കൊച്ചുള്ള പെണ്ണിനെ നോക്കി നടന്നത്. മുൻകൂട്ടി. അപ്പോൾ അത് നമ്മളിന്ന് മനസ്സിലാക്കാറുണ്ട്. നമ്മൾ ഈ എവല്യൂഷണറി ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ആയിപ്പോയത്. നമ്മൾ ഈ പുറത്തിറങ്ങിയിട്ട് ഒരു 10-16 വർഷം നീണ്ട കുട്ടിക്കാലമുള്ള കുഞ്ഞുങ്ങളായിട്ട് മാറുന്നുണ്ട് മനുഷ്യക്കുഞ്ഞ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കി ചെയ്യേണ്ടി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ 25 വയസ്സ് വരെ വളരും. ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് മുഴുവൻ വെച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ 18 തൊട്ട് 25 വയസ്സ് വരെ ആയിരിക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വേരിയേഷൻസും കൂടെ നമ്മൾ എടുത്തുതരാം. അത്രയും നീണ്ട കുട്ടിക്കാലമുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നടക്കുന്നത്. ഇതിനകത്ത് പാർട്ടിസിപ്പൻ്റ് ആയിരിക്കാനൊക്കത്തില്ല. വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതല്ല പുരുഷന്മാരുടെ പണി. അത് ഞാൻ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞാലോചിക്കുന്നു. സാറ് കുസൃതിക്ക് 20 വയസ്സാവുന്നവരെ സാറ് വേറെ ഒരു ബന്ധത്തിലോട്ടും പോയിട്ടില്ല, ഒരു റിലേഷൻഷിപ്പിലോട്ടും പോയിട്ടില്ല. കാരണം ഫുൾ പാരൻറ്റിങ്ങിലോട്ട് മാത്രമേ, കാരണം ഒരു സമയം ഒന്നേ നടക്കുള്ളൂ എന്ന് പറഞ്ഞത്. ഇത് സമയത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. നമ്മളിപ്പോൾ ഒരാളുമായിട്ട് ജീവിക്കുന്നതും കുഞ്ഞിനെ നോക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഫുൾ ടൈം പണിയായിട്ട് മാറും. അറ്റൻഷൻ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, സമയമുണ്ട്. 24 മണിക്കൂർ കൂട്ടാനുള്ള മെക്കാനിസം ഒന്നുമില്ല. അതുകൊണ്ടാണ് നമുക്കതങ്ങനെ കഴിയില്ല. ഞാൻ ഒരു സീരിയൽ മോണോഗമി എന്നുള്ള യുക്തിയിലാണ് ഞാനത് ആൾക്കാരോട് പറയാറുള്ളത്. ഒരു സമയത്ത് ഒരാൾ സാർ മോണോഗമസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സമയം ഒരാൾ, കാരണം അല്ലെങ്കിൽ ഭയങ്കര മെനക്കേടുമാണ്. അല്ല, അങ്ങനെ വർക്ക് ചെയ്യത്തില്ല. ആളുകൾ ഒന്നി കള്ളം പറയുന്നവരായി മാറും. അല്ലെന്നുണ്ടെങ്കിൽ മുഴുവൻ സമയം സംഘർഷം ഉണ്ടാകുന്നത്. ഇവിടെ പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ നമ്മളെ പാർട്ട്ണറിനായിട്ടുള്ള കൺസെൻറ്റ് കൂടിയിട്ട് അല്ലെങ്കിൽ പാർട്ട്ണറോട് മുന്നേ സംസാരിച്ചിട്ടുണ്ട് നമുക്ക് ഓക്കെ ഞങ്ങൾ വേറെ റിലേഷൻഷിപ്പിൽ പോകും എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. കാരണം ആൾക്കാർക്ക് പ്രണയിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നില്ല. എവിടെ പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് നീ അല്ലാതെ വേറൊരാൾ എനിക്ക് ഉണ്ടായിരിക്കില്ല, നിന്നെ പ്രണയിക്കുന്ന എനിക്ക് ഒരാളെ പ്രണയിക്കാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ വേറെ റിലേഷൻഷിപ്പ് അവിടെയാണ് ചതി എന്നുള്ളൊരു സാധനം വരുന്നത്. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പ് വരുത്തിയേക്കുവാണ്, ഞാൻ ഇനി ഇല്ല വാക്ക് കൊടുത്തേക്കാണ്. കാരണം അങ്ങനെ ഓക്കെ ആദ്യമേ തുറന്നു പറയാണ് എനിക്ക് വേറെ ബന്ധങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് ഒരു ധൈര്യമാണ്. നമുക്ക് പിന്നെ പ്രശ്നങ്ങളില്ല, നീ എന്നെ ചതിച്ചു എന്ന് പറയാൻ അവിടെ സ്പേസ് വരുന്നില്ല. പക്ഷെ ഇപ്പം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളൊരു വിമർശിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. കാരണം ചതിയാണ് നടക്കുന്നുള്ളൂ. അത് ഇതുകൊണ്ടാണ് കരാർ ബ്രേക്ക് ചെയ്യുന്നതാണ്. രണ്ടുപേര് തമ്മിലുണ്ടാക്കുന്ന കരാറിനകത്ത് എങ്ങനെയാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. ഇപ്പം ഞാനും ജയശ്രീയും തമ്മിൽ പറയുമ്പോൾ ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, മറ്റ് പ്രണയങ്ങൾ വരുന്ന ഒരു തടസ്സമായിട്ട് വരരുത് എന്ന് പറയുമ്പോൾ ഞാനത് ചെയ്യാതിരിക്കുന്നുണ്ട്. ജയശ്രീ പ്രണയിച്ചിട്ടുണ്ടെന്ന് ജയശ്രീയാണ് പറയുന്നത്. അപ്പം അതിനകത്ത് എനിക്കതിനകത്തൊരു ഒരു പ്രശ്നവും ഞാൻ അനുഭവിക്കത്തില്ല. അതുകൊണ്ട് അത് ഒരു ഡിക്ലെയർഡ് പൊസിഷനാണ്. അതൊക്കെ നമ്മൾ എവല്യൂഷണറി ആയിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇങ്ങനെ രണ്ടുപേര് മാത്രമായിട്ട് നടത്തുന്ന ഒരു ബിസിനസ്സൊന്നും അല്ല ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതെന്ന്. കളക്റ്റീവായിട്ട് ഒരു സംഘം മനുഷ്യരാണ് കുഞ്ഞുങ്ങളെ വളർത്തിയിരുന്നതെന്ന്. അവിടുന്ന് നമ്മൾ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് വന്ന് നമ്മളിങ്ങനെ കൃഷിയൊക്കെ കണ്ടുപിടിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള കുടുംബങ്ങളുണ്ടായിരുന്നു. അന്ന് അത് കൃഷി കുടുംബം എന്ന് പറയുന്ന കളക്റ്റീവാണ്. 10-15 പേരാണ്. ഒരു 50 പേരിൽ നിന്ന് 15 പേരിലേക്ക് ചുരുങ്ങിയെങ്കിലും അപ്പോഴും 15 പേരുണ്ട്. അതേസമയത്ത് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത് ഫാക്ടറിയോട് ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ്. മുതലാളിമാർ കണ്ടുപിടിച്ചതാണ് ഇത്രയും പേർക്ക് മനുഷ്യർക്ക് ചിലവിന് കൊടുക്കാൻ പറ്റത്തില്ല. ഒരാളായിരിക്കും ജോലിക്ക് വരുന്നത്,
അയാൾക്ക് വേണ്ടി കുടുംബത്തിലുള്ള മുഴുവൻ പേരെ നോക്കുന്ന ക്വാർട്ടേഴ്സും സാധനവും എല്ലാം കൊടുക്കേണ്ടി വരുമെന്നെങ്കിൽ 15 പേർക്ക് താമസിക്കുന്ന ഇടം കൊടുക്കണ്ടേ, അതിനുള്ള വരുമാനം കൊടുക്കണ്ടേ. അപ്പോൾ അവർ കണ്ടുപിടിച്ച് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും മതിയെന്ന്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്ന ഫാമിലി ഉണ്ടായത്. അത് മനുഷ്യരുടെ ജീവിതം അതുവരെ ഉണ്ടായിരുന്ന മനുഷ്യരുമായിട്ടൊരു ബന്ധമില്ലാത്തതാണ് ഈ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. ദ മോസ്റ്റ് മിസറബിൾ ഫാമിലിയാണ് മനുഷ്യ ചരിത്രത്തിലെ ന്യൂക്ലിയർ ഫാമിലി. അത് നമ്മളാണ് അറിയേണ്ടത്. അണുകുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാകാൻ ഒക്കത്തില്ല. കാരണം ഈ കുട്ടിയെ നോക്കുക, ഈ വരുമാനം ഉണ്ടാക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും ഇവർ രണ്ടുപേരും കൂടെ ചെയ്യണ്ടേ? ചെയ്യാൻ പറ്റത്തില്ല. ആ ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് സംഘർഷം ഉണ്ടാകുക എന്ന് പറയുന്നത് പരമാവധിയാണ്. അവരെ തമ്മിൽ ചേർത്ത് നയിക്കുന്നതിന് കൗൺസിലിംഗ് വേണം, അവരെ പിരിക്കാൻ വേണ്ടി കുടുംബ കോടതി വേണം, അവരെ ഒന്നിച്ച് നിർത്താനായിട്ട് പോലീസ് വേണം, സകലരും വേണം. എന്നാലേ ഇവരെ ഒന്നിച്ച് നിർത്താനൊക്കത്തുള്ളൂ. ഈ അവസ്ഥയിൽ ചെന്ന് പെടുന്നത് നമ്മൾ ഈ യഥാർത്ഥത്തിൽ മനുഷ്യരെങ്ങനെയായിരുന്നു എന്ന് മറന്നു പോകുന്നതുകൊണ്ടാണ്. കളക്റ്റീവായിട്ടുള്ള അവിടെയാണ് ഞാൻ ഈ കൂട്ടുകാർ വേണമെന്ന് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പഴയ ബന്ധുക്കളെ കൊണ്ടുവന്ന് നിർത്തുന്ന ബന്ധുക്കൾക്ക് നമ്മുടെ മുകളിൽ ആധിപത്യമുണ്ട്, അധികാരമുള്ളതായിട്ട് പെരുമാറും. അത് നമ്മൾ കുടുങ്ങും. സ്വന്തം കുഞ്ഞുങ്ങളെ വളർത്താൻ പോലും അപ്പൂനും അമ്മൂമ്മയും സമ്മതിക്കത്തില്ല. അവർ വളർത്തിയ പോലെ വളർത്തുന്നതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് മുഴുവൻ സംഘർഷം ഉണ്ടാകും. അത് ഒരു പ്രശ്നമാണ്. അതേ സമയത്ത് നമ്മളെപ്പോലെ തന്നെ നമ്മുടെ അതേ പ്രായത്തിലുള്ളവരായ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്കഷനൊക്കെ നടത്തിയിട്ട് ചെയ്യാനും പറ്റും. അതേ സമയത്ത് അവരും ഷെയർ ചെയ്യും. അതുകൊണ്ട് ഒന്നിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്, കളക്റ്റീവായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു നീഡാണ്. ഒരു റിലേഷൻഷിപ്പിൽ മെയിനായിട്ട് വേണ്ട ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്തായിരിക്കണം? ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ എന്തായിരിക്കണം? അത് സ്ത്രീ പുരുഷ ബന്ധം എന്നുള്ളതല്ല, എണകളെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. നമ്മൾ എണകളാണ്. അതുപോലെ നമ്മൾ തുല്യരായ മനുഷ്യരാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് പൗരരാണ്. ഇതെല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട്. മറ്റേ അങ്ങനെയല്ല, ഒരാളുടെ എക്സ്റ്റൻഷനായിട്ടാണ്. അച്ഛൻ്റെ മക്കൾ, ഭർത്താവിൻ്റെ ഭാര്യ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ആൾ, മറ്റേ ഭരിക്കപ്പെടുന്നവർ, ഇങ്ങനെയാണ് അത് മനസ്സിലാക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണ്ടി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി അല്ല ഇതൊന്നും ഉണ്ടായിട്ടുള്ളത്. കുടുംബത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. കുടുംബത്തിനെ, രണ്ട് കുടുംബങ്ങളെ തമ്മിൽ ചേർക്കുന്ന കണ്ണിയായിട്ടാണ് പുരുഷനെയും സ്ത്രീയും കാണുന്നത്. അല്ലാതെ ഇന്ന് നമ്മൾ കാണുന്ന ഒരാൾക്കൊരു ഓട്ടമുള്ള പൗരരായിരിക്കുന്ന മനുഷ്യർ തമ്മിൽ എങ്ങനെ ജീവിക്കുന്നത് ഇത് വേറെ പഠിപ്പിച്ചേ പറ്റൂ. ക്ലാസ് റൂമിൽ പഠിപ്പിക്കേണ്ടതാണ്. ഈ കാലം മാറിപ്പോയി, നമ്മൾ വ്യക്തികളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്, പൗരരായി മാറിയിട്ടുണ്ട്. പണ്ടങ്ങനെയല്ല, ഒരു കുടുംബത്തിനകത്താണ്. അച്ഛൻ്റെ അമ്മയുടെ എക്സ്റ്റൻഷനായിരുന്നു മക്കൾ. അതെല്ലാം മാറിപ്പോയി. ആ ഏരിയകൾ മാറിപ്പോയെന്നുള്ള കാര്യം അറിഞ്ഞുകൂടാതാണ് ഈ പഴയ മൂല്യങ്ങൾ വെച്ച് ജീവിക്കാൻ നോക്കുന്നത്. അപ്പോഴാണ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. സെക്സ് എഡ്യൂക്കേഷൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് ഒക്കെ ഇവിടെ വരണേന്ന് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോഴും സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. ഇപ്പോഴും ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ. അതല്ല സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. എത്ര പറഞ്ഞാലും രണ്ടുപേരോട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യരായ മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നതാണ് സെക്സ് എഡ്യൂക്കേഷൻ. അതെ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ അത് എത്രയോ ഡിബേറ്റ്സ് എന്നാലും എത്ര കൺസെന്റ് ചോദിക്കാനായിട്ട്, കൺസെന്റ് വാങ്ങി പെരുമാറാൻ എങ്ങനെ പറ്റും എന്നുള്ള, കൺസെന്റോടെ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നതാണ് സെക്സ് എഡ്യൂക്കേഷൻ. ലൈംഗിക ബന്ധം ആരെയും പഠിപ്പിക്കണ്ട. അത് ലോകത്തുള്ള പുൽച്ചാടിക്ക് അറിയാം, പുഴുവിനറിയാം, ഇതിനെല്ലാം അറിയാവുന്ന കാര്യമാണ്. അത് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. എല്ലാ പട്ടിക്കും പൂച്ചയ്ക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ രണ്ട് തുല്യരായ മനുഷ്യർ പരസ്പരം എങ്ങനെ പെരുമാറുമെന്ന് പഠിപ്പിച്ചേ പറ്റും. കാരണം അത് നമ്മുടെ പ്രാക്ടീസിനകത്തോ ജീവിതത്തിനകത്തോ ഇതുവരെ ഇല്ലാത്തതാണ്. പുതിയൊരു മൂല്യമാണത്. അത് അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് അപ്പുറത്തിരിക്കുന്ന ആളിനെ നമ്മളെപ്പോലെ തന്നെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് അറിയുമ്പോഴാണ് പുതിയ പെരുമാറ്റങ്ങളുടേതായിട്ടുള്ള, നമ്മൾ ഈ സിവിൽ എന്ന് പറയുന്ന പെരുമാറ്റങ്ങൾ മുഴുവൻ വരുന്നത് അപ്പോഴാണ്. അപ്പുറത്തിരിക്കുന്ന ആൾ തുല്യമായി, ഇപ്പം നിങ്ങളും ഞാനും ഒരേപോലത്തെ കസേരയിലാണ് ഇരിക്കുന്നത്. പണ്ടൊരു ഗുരു ശിഷ്യൻ എന്നുള്ള യുക്തിക്കകത്തേ ഇരിക്കാനൊക്കെ പ്രായമായവർ മുകളിലിരിക്കണം, എന്നാലും സമാധാനം അതുള്ളൂ. വന്ന ഉടനെ തന്നെ കാലയെ നമസ്കരിപ്പിക്കത്തില്ലേ, കാലയെ തൊട്ട് തൊഴിപ്പിച്ച് എന്ന് ഞാൻ രണ്ടാം തരമാണെന്ന് ആക്കണം, എന്നാലേ സമാധാനമാകത്തുള്ളൂ. ഇങ്ങനല്ലാതെ പരസ്പര ബഹുമാനമുള്ള ഈ പരസ്പരം എന്ന് പറയുന്ന എല്ലാ മൂല്യത്തിന് മുമ്പിൽ പരസ്പരം എന്ന് വയ്ക്കുന്ന വാക്ക് വയ്ക്കാതെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഇതും ഉണ്ടാകത്തില്ല. നമ്മളുണ്ടാക്കുന്ന വീടുകളൊന്നും തന്നെ ജനാധിപത്യത്തിന് വേണ്ടി ഉണ്ടായിട്ടുള്ളതല്ല. നീ അങ്ങ് അകത്ത് കയറിപ്പോ എന്നാണ് പറയുന്നത്. അകത്തെന്ന് പറയുന്നത് വേറെ ആർക്കും അപ്രോച്ചബിൾ അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വീടിൻ്റെ പുറയിലാണ് സ്ത്രീകളുടെ ലോകം. അപ്പോൾ അങ്ങനെ മുൻവശം എന്ന് പറയുന്നത് പുരുഷന്മാരുടേതാണ്. അപ്പോൾ ഇങ്ങനത്തെ വീടുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ലേ, പുറകുവശത്തൂടെയാണ് എൻട്രൻസ് ഉള്ളത്. ഈ ജോലിക്ക് വരുന്നവർ മുഴുവൻ പുറകുവശത്തൂടെ വഴി കൂടെ കയറണം.
ഇതെല്ലാം നമ്മൾ അറിയണം. ഇത്രയും വിവേചനമുള്ള ഒരു വീടാണ് ഉണ്ടാക്കുന്നതെന്ന് പോലും അറിഞ്ഞൂടാ. എന്നിട്ട് അതിനകത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെ പറ്റും? അടുക്കള ഫ്രണ്ടിലുണ്ടാകേണ്ടതുണ്ട്. അപ്പം അത് വൃത്തിയായിട്ടിരിക്കും. പണ്ട് കാലത്ത് കക്കൂസൊക്കെ അങ്ങ് ഒരു കിലോമീറ്റർ അപ്പുറത്തായിരുന്നു വെക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് വൃത്തിയായിട്ട് ഒരിക്കലും വെക്കത്തില്ല. വീടിനകത്ത് വെക്കുമ്പോൾ ഇത് വൃത്തിയാക്കേണ്ടി വരും. ആളുകൾ മുഴുവൻ അവരുടെ സ്വഭാവം മുഴുവൻ മാറ്റേണ്ടി വരും. പെരുമാറാണ്. ജനലിൽ കൂടെ എല്ലാം തുപ്പുന്ന പണിയെല്ലാം നിർത്തണം. വാഷ് ബേസിൻ ഉണ്ടാകേണ്ടതുണ്ട്. ഇങ്ങനെ മാറുന്ന ഒരു സ്ഥലമുണ്ട്. ഇപ്പോൾ വീടിൻ്റെ സ്ട്രക്ചറിൽ ഡിസൈനിൽ അത് മാറേണ്ടതുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന പെരകൾ മുഴുവനും വിവേചനത്തിൻ്റെ ആണ്. ജോലിക്ക് വരുന്നവർക്ക് കയറി വരാൻ പ്രത്യേകം കക്കൂസും പ്രത്യേകം വഴിയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നവർ അപ്പാർത്തീഡിനെ പറ്റി പറയും. സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഭയങ്കര വിവേചനമാണ്. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ആളുകളെല്ലാം ഭയങ്കര ഉമ്മ വെച്ച് കഴിയുകയാണ്. ഇതുവരെ ജോലി ചെയ്യുന്നവരുടെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലാത്തൊരു കുടുംബങ്ങളാണ് ഈ വീടുകൾ മുഴുവൻ കാണുന്നത്. ഇവിടുത്തെ ഈ ആധുനികമായ വെക്കുന്ന വീടിനകത്ത് മുഴുവനും ആളുകൾ ജോലിക്ക് വരുന്നവർ കയറി വരാൻ വേറെ വഴി ഉണ്ടാക്കുന്ന വീടുകളാണ്. നമ്മൾ വലിയ വലിയ അപ്പാർട്ട്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ സെർവൻസ് ബാത്റൂം വാഷ്റൂം അതും എല്ലാരും ചോദിച്ചറിയും അങ്ങനെ ഉണ്ടോ സെർവൻസിന് വേണ്ടി ഒരു ഇത് ഞാൻ പറഞ്ഞില്ലേ, സെർവൻസ് എന്നാണ് തന്നെയാണ് പറയുന്നത്. അല്ലാതെ മനുഷ്യരൊന്നും ഇല്ല അവിടെ. അവരെ രണ്ടാം തരമായി കാണുന്ന അവരുടെ കൂടെപ്പെടുത്തും സ്ത്രീകളെ. സെർവൻ്റ് ആയിരിക്കുന്നവരുടെ നോക്കുന്ന പണിയാണ് അവരുടേത്. അവിടെയാണ് അവരുടെ ജീവിതം. അതുകൊണ്ട് അങ്ങനെ രണ്ട് തരത്തിലുള്ള ഈ വീടുകൾ മുഴുവനും ഇനി വയ്ക്കുന്ന ഒരു വീടിനകത്തും അടുക്കള പുറയിലായിക്കൂടാ, അത് ഫ്രണ്ടിലാകേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിസൈനകത്ത് വരേണ്ടതുണ്ട്. ഇപ്പം ഈ കസേര നിങ്ങൾക്കും എനിക്കും ഒരുപോലെ തന്നാലേ പറ്റുള്ളൂ. അല്ല ചെറിയ കസേര അവിടെ ഇടും. നമ്മൾ വെറുതെ നോക്കിയാൽ മതി. ഒരു മീറ്റിംഗ് ഇന്നും നമ്മുടെ കമ്മിറ്റി മീറ്റിംഗ് എന്ന് പറയുന്നതിനകത്ത് പ്രസിഡന്റിന് ഇരിക്കാനായിട്ട് ഒരു തുണി വിരിക്കും, സ്പെഷ്യലാക്കും. ഇങ്ങനെയുള്ളു. അല്ലാതെ തുല്യമായി ഇരിക്കാൻ പഠിച്ചിട്ടുള്ള ഒരാളില്ല. കൂടിയിരിക്കാൻ പറ്റത്തില്ല. പ്രായം കൊണ്ട്, പദവി കൊണ്ട്, അധികാരം കൊണ്ട്, ധനം കൊണ്ട് എല്ലാം രണ്ടാം തരമാക്കുക എല്ലാവരെയും. ഇങ്ങനത്തെ സമൂഹമാണ്. അവരാണിരുന്ന് പറയുന്നത് അവർ വളരെ മര്യാദയ്ക്കാണ് ഞാൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എഴുത്തുകാരനെയൊക്കെ അങ്ങ് സ്നേഹിച്ച് കൊല്ലുവാണെന്ന് പറയും. എന്തൊരു അസംബന്ധമാണെന്നറിയാം. നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ വസ്ത്രങ്ങൾ തൊട്ട് ഇത് കാണാൻ പറ്റും. വിവേചനം നിറഞ്ഞതാണ്. സ്ത്രീകളുടെ വസ്ത്രം പുരുഷന്മാർ ഇവിടെ നിന്ന് ഇട്ടിട്ട് നടക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം. സ്ത്രീകൾ പുരുഷന്മാരുടെ വേഷം ഇട്ടാൽ പിന്നെ അങ്ങ് വിടും. പക്ഷെ പുരുഷന്മാരാരെങ്കിലും ഒന്ന് സ്ത്രീകളുടെ വേഷം ഇട്ടിട്ട് ഒന്ന് നടന്ന്. ഞാൻ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ഒരൊറ്റൊരാളില്ലായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഒരു ക്രോസ് ഡ്രസ്സ് ചെയ്ത ആൾക്കാരെ നമ്മൾ കാണും. അത്ര ഇത്രയധികം വിവേചനം നിറഞ്ഞ അക്ഷരാഭ്യാസം കിട്ടിയിട്ടുണ്ട്. വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. അക്ഷരാഭ്യാസം കിട്ടിയിട്ടുള്ള പ്രാകൃത സംസ്കാരമുള്ള ഒരു സമൂഹമാണ് നമ്മൾ. അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ വീടുകൾ മുഴുവൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഞാനിത് പറയുമ്പോൾ ഇവിടുത്തെ ആർക്കിടെക്റ്റുകളോടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ വീടുണ്ടാക്കി കൊടുക്കരുത്. ആധുനിക സംസ്കാരം ഉണ്ടാക്കുന്ന പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഇടങ്ങൾ ഉണ്ടാക്കേണ്ടത്. നമ്മൾ ഉണ്ടാക്കുന്ന ഇതിനകത്ത് പോലും ഇവിടെ ഇരിക്കുന്നത് ഈ ഹൈറ്റിൽ വെക്കുന്നത് നമുക്ക് അവിടെ ഇരിക്കുന്നവർക്ക് കാണാനാണെന്നുള്ള ഇതുണ്ട്. പക്ഷെ ഒരു വെല്ലിൻ്റെ രീതിയിൽ അത് ഉണ്ടാക്കിയാൽ മതി, നടുക്കിരുന്നാൽ മതി, എല്ലാവർക്കും കാണാം. ഈ പൊക്കി വെക്കുന്ന മുഴുവൻ എപ്പോഴും ആലോചിച്ച് വേണം വിവേചനം സൃഷ്ടിക്കും. അതെല്ലാം നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് മുകളിൽ കയറാനും ഉയരത്തിലേക്ക് പോകാനും പറന്നു പോകാൻ ഇങ്ങനെയുള്ള കഥകളാണല്ലോ. അല്ലാതെ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ സ്കൂളിലും പഠിക്കുക അല്ലെങ്കിൽ അറിവ് നേടാന്നല്ല, കോമ്പറ്റീഷനാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ, കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എന്തിനാണ് ഉണ്ടാക്കിയത്? അതിനകത്തുനിന്ന് കുറച്ച് പേരെ മാത്രം മതി, മറ്റേത് ആരെയും വേണ്ട. അല്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാനുള്ള യുക്തിയല്ല. അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. പരീക്ഷകൾ മുഴുവൻ എഴുതുന്നത് എന്തിനാ? പരീക്ഷിച്ച് നോക്കി കൊള്ളത്തില്ലെന്നെ കളയാം. കളഞ്ഞ ആൾക്കാരുണ്ടാക്കിയതാണ് ഈ നാട്. ഈ സ്കൂളിൽ നിന്ന് പൊഴിഞ്ഞു പോയവരാണ് ഈ ചായക്കട നടത്തുന്നതും ഈ ഹോട്ടൽ നടത്തുന്നതും ഈ റോഡിൽ നടത്തുന്ന എല്ലാ കാര്യവും ചെയ്യുന്നവരാണ്. അവിടെ അവസാനം കണക്കെഴുതാൻ പോവും ഈ ജയിച്ചവൻ. മുതലാളിമാരെല്ലാം പഠിച്ചിട്ടില്ല, കാരണം അവർ നേരത്തെ സ്കൂളിൽ നിന്ന് പുറത്തായി പോയി. അതുകൊണ്ട് മാത്രമാണ് നാട് നടക്കുന്നത്. സ്കൂളിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ടാക്കിയതാണ് ഈ നാട്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. അടിമകളെയും തൊഴിലാളികളെയും ഉണ്ടാക്കാനാണ് ഈ സ്കൂൾ ഉണ്ടാക്കിയത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ജനാധിപത്യത്തിൻ്റെ സംസ്കാരമോ ജനാധിപത്യപരമായിട്ടുള്ള ഒരു ജീവിത വീക്ഷണവും ഇല്ലാത്ത ക്ലാസ് റൂംസാണ് നമുക്കുള്ളത്. ഇതൊക്കെ അങ്ങനെ ഞാനിത് പറഞ്ഞല്ലോ, ഈ ഒരു വിഷയത്തിനകത്ത് മാത്രമായിട്ട് നമുക്ക് അത് ചുരുക്കാൻ കഴിയാത്തതുണ്ട്. പറഞ്ഞു പോയാൽ ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ്. പക്ഷെ ഞാനീ പറയുന്നത് ഡിസൈനിനകത്ത് നമ്മുടെ പെരുമാറ്റുന്നതിന് നമ്മുടെ വീടിനകത്ത് നമ്മളിടുന്ന കസേരകൾ
നമ്മൾ എല്ലാവരും പറഞ്ഞു രാജകീയമായി തിന്നുന്നതാണ്, അല്ലാതെ നമ്മൾ മര്യാദയ്ക്ക് മനുഷ്യരായിട്ട് തിന്നുന്നത് റോയൽ ട്രീറ്റ്മെൻറ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അപ്പോഴതിന് മുഴുവനും ഈ മൂല്യമാണ്. കാല് വല്ലവൻ്റെയും തലയെ വെച്ചോണ്ടിരുന്നെങ്കിലേ സമാധാനമാവുള്ളൂ. ഇത് വീടിനകത്ത് നമ്മൾ തുല്യമായി പെരുമാറാൻ പഠിക്കുന്ന വീടുണ്ടാകേണ്ടതുണ്ട്. ദ ഫാമിലി ദാറ്റ് ഡിസ്കസ് ടുഗദർ സ്റ്റേസ് ടുഗദർ എന്നുള്ളതാണ് ഞാൻ എടുക്കുന്ന നിലപാട്. പണ്ട് പറയുന്ന ഫാമിലി ദാറ്റ് പ്രൈസ് ടുഗദർ സ്റ്റേസ് ടുഗദർ എന്നായിരുന്നു. അത് കഴിഞ്ഞ് സൈക്കോളജിസ്റ്റുകളെന്ന് വെച്ച് പറഞ്ഞു ഫാമിലി ദാറ്റ് പ്ലേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ എന്നായിരുന്നു. ഞാൻ പറയുന്നത് ഫാമിലി ദാറ്റ് ഡിസ്കസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. അതാണ് ഇന്ന് ആധുനിക ജനാധിപത്യത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പരസ്പരം ആശയവിനിമയം നടത്തി കൂട്ടായ ഉത്തരവാദിത്തത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്ന ഏത് വീടാണോ അവിടെ സന്തോഷവും സമാധാനവും ഉണ്ട്. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഞാൻ ഇനിയും സംസാരിക്കാൻ എത്ര നേരം വേണമെങ്കിലും ഇതാണ്, പക്ഷേ നമ്മൾ എത്ര നേരം കഴിഞ്ഞു പോയിന്ന് അറിയില്ല. എന്നാലും എനിക്ക് ചോദിച്ചറിയാനുണ്ട് സാർ, ഇപ്പോൾ എനിക്കിപ്പോഴും തോന്നിയിട്ടുണ്ട് സാർ മനസ്സുകൊണ്ട് ഇപ്പോഴും ചെറുപ്പത്തിലാണെന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ പറയില്ലേ എത്ര പ്രായം കഴിഞ്ഞാലും നമ്മൾ ഭയങ്കര യങ് ആയിട്ടാണ് ചിന്തിക്കുന്നത് കാര്യങ്ങൾ. അത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യർക്ക് അവരുടെ ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വ്യക്തിത്വം രൂപീകരിക്കുന്ന ഒരു 20-25 വയസ്സിലാണ്. അത് പിന്നെ വലിയ ചേഞ്ചസ് വരുത്തത്തില്ല ശരീരത്തിന്. അതുകൊണ്ടാണ് പ്രായമായവർ ഒന്നിച്ചിരിക്കുമ്പോൾ കുട്ടികളെ പോലെ പെരുമാറുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ മുന്നിൽ പ്രായമായിട്ട് അഭിനയിക്കുമെങ്കിലും സമശീർഷരായിട്ടുള്ള പിയേഴ്സായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അങ്ങനെയല്ല. അപ്പോഴാണ് നമ്മളെല്ലാവരും ഒരു യൗവനകാലത്താണ് ജീവിക്കുന്നത്. അത് ശരിയാട്ടോ. കാരണം എനിക്ക് ഒരു സ്ത്രീനെ സംബന്ധിച്ച് പേടിക്കണം. കാരണം ഇത്ര വയസ്സായില്ലേ, എന്നിട്ട് ഇവളെ കുട്ടിക്കളി മാറിയില്ലേ, ഇവളെ സംസാരിക്കുന്ന ഇവൾക്ക് പ്രായം കുറേ ആയില്ലോ. ഞാൻ വരെ കേൾക്കുന്നുണ്ട് പലപ്പോഴും. ഞാൻ കേട്ടത് എന്തെങ്കിലും ഇവളെ കൊഞ്ചി സംസാരിക്കുന്നത്. കാരണം അതാണ് നമ്മളുടെ ഒരു ഇതെന്ന് മനസ്സിലാക്കില്ല. ഞാൻ കനിയെ കണ്ടിട്ടുണ്ട്. കനിയായിട്ട് ഞാനിങ്ങനെ ചെല്ലുമ്പോൾ അവള് 10-25 വയസ്സൊക്കെ ആയപ്പോഴും ഒക്കെ അവിടെ ഒരു വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളുമായിട്ട് ഒളിച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിഷമിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നതാണ്. ഞാനൊരിക്കലും ആ ഭാഗത്തേക്ക് നോക്കത്തില്ല, അത് അവളുടെ സ്വാതന്ത്ര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ ആളുകൾ ഭയങ്കര പ്രശ്നമാണ് അത്. മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ച് ചാകുന്ന മനുഷ്യരാണ് നമ്മൾ ഈ കാണുന്നവരോട്. എല്ലാവർക്കും ഭരത അവാർഡ് കൊടുക്കാം. അതെനിക്കിഷ്ടായി. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. എനിക്കിത് ഭയങ്കര എന്താ പറയുക, എനിക്കതൊരു ഞാൻ പോഡ്കാസ്റ്റിന് വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ സാറിനോട് ക്വസ്റ്റ്യൻ, എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഞാൻ ഇങ്ങനെ വിശേഷം പറഞ്ഞിരിക്കുന്ന അങ്ങനെ എനിക്ക് തോന്നിയത്. നമ്മൾ പറയില്ലേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുക, അതേപോലെ തോന്നി. താങ്ക് യു സോ മച്ച് സാർ. ശരി, താങ്ക് യു.